ഈശോ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് കൊണ്ടുവന്ന വലിയ മണ്ണുമാന്തി കൊണ്ട് ഏറെക്കുറെ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് നമുക്ക് ഒറ്റനോട്ടുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വളരെ വ്യക്തമാണ്. കാരണം ആ കുഞ്ഞു മണ്ണുമാന്തികൾക്ക് എത്താൻ കഴിയാവുന്നതിന്റെ ഒരു 6-7 ഇരട്ടി ദൂരത്തേക്ക് ഈ വലിയ കൈകൾ കൊണ്ട് കോരിയെടുക്കാനാവും. എന്ന് വെച്ചാൽ ഈ കുഞ്ഞു മണ്ണുമാന്തികൾ വെള്ളത്തിൽ തുടരണമെങ്കിൽ തന്നെ ഈ മാന്തി നീക്കേണ്ടുന്ന മണ്ണിന്റെ അടുത്തേക്ക് ഒറ്റ കൈനീട്ടം കൊണ്ട് എത്തിത്തൊടാനാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് താഴെയുള്ള മണ്ണടരുകളിലേക്ക് പതിയെ കടന്നെത്താൻ മാന്തി കടന്നെത്താൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത്തരം ഒരു സാഹചര്യം തീർച്ചയായും തുടക്കത്തിൽ തന്നെ രക്ഷാസേനാംഗങ്ങൾ പറഞ്ഞിരുന്ന ചില പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണം തെരച്ചിൽ വ്യാപിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ ശുഭോദർക്കമായാണ് ആ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും പറയുന്നത്. അവർ ആദ്യ ദിവസങ്ങളിൽ മറ്റൊരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ വെച്ചുകൊണ്ട് പലയിടത്തും നമ്മൾ അന്വേഷിച്ചു. പക്ഷെ അവിടങ്ങളിൽ ഒന്നും നമുക്കൊരു റിസൾട്ട് ഉണ്ടായില്ല. ഇനിയിപ്പോൾ ഈ മണ്ണട്ടികളുടെ അടരുകളിൽ നിന്ന് അതിന് കീഴേ നിന്ന് തീർച്ചയായും ഒരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ അവർ പുലർത്തുന്നു. പക്ഷേ പ്രജീഷ്, നമ്മളിവിടെ കാണുന്നത് ഇരുട്ടടച്ച് ഒരു വട്ടം കൂടി പ്രകൃതി നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ തന്നെ അതിശക്തമായ ഒരു മഴയിലേക്ക് കടന്നെത്തുന്ന ഒരു അവസ്ഥയാണ്. ആ പ്രദേശത്ത് നിന്ന് ഒരു വട്ടം കൂടി എല്ലാവരെയും ഒഴിപ്പിച്ചിരിക്കുകയാണ്. കാരണം നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വളരെ അപകടകരമാണ് ആ പ്രദേശത്ത് നിൽക്കുന്നത്. മനുഷ്യ സാന്നിധ്യം പോലും വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആഞ്ഞു വീശുന്ന കാറ്റാണ് ഇപ്പോൾ ഇവിടെ ചുറ്റുമുള്ളത്. കനത്ത മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെങ്കിൽ നേരത്തെ കണ്ട ആ നീർച്ചാലുകൾ ഏത് നിമിഷവും നീർച്ചോലകളായും വലിയ കുത്തൊഴുക്കുകളായും മുകളിൽ നിന്ന് നിലംപതിച്ചേക്കാം എന്നുള്ള ആശങ്ക വളരെ പ്രകടമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും മാറ്റിയത്. ആ പഴയ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറണം എന്നുള്ള നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വെച്ചത്. കാരണം അത് എളുപ്പമല്ല, അവിടെ നിൽക്കുന്നത് തീർത്തും അപകടകരമാണ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ആ സാഹചര്യത്തിലാണ് മാറ്റുന്നത്. പക്ഷെ കനത്ത മഴ ഈ പുഴയ്ക്ക് അപ്പുറത്തേക്ക് ഈ കാണാൻ കഴിയാത്ത അസ്ത്രവിധത്തിൽ കനത്ത മഴ. പണ്ടൊക്കെ നമ്മള് നാട്ടിൽ പറയാറുണ്ട്, കർക്കിടക മാസത്തിലെ മഴയിലൊക്കെ ഒരു കാക്കയ്ക്ക് പോലും പുഴക്കര കടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. ആ വിധത്തിലുള്ള കനത്ത മഴയാണ് നല്ല കാറ്റോടുകൂടി ചീറിയടിക്കുന്നത്. അത് തീർച്ചയായും ചെറിയൊരു മഴയിൽ തന്നെ അവിടെ ചെളിക്കുളമാകുന്നത് നമ്മൾ കണ്ടു. കാരണം ഉറച്ച മണ്ണല്ല, ഇടിഞ്ഞു വന്ന് കിടക്കുന്ന കുതിർന്ന മണ്ണാണ്. അവിടേക്ക് ഇനി ഇപ്പോൾ നേരത്തെ നിന്നതുപോലെ ഈ യന്ത്രങ്ങൾക്ക് പോലും അവിടെ നിൽക്കുമ്പോൾ ആ ഉറച്ച ദേശീയപാതയുടെ ഉറപ്പിനപ്പുറത്തേക്ക് ഒരു ഇഞ്ച് കടന്നാൽ അത് മണ്ണിൽ പുതയുമോ എന്നുള്ള തീർച്ചയായുമുള്ള വലിയ ആശങ്കയുണ്ട്. ആ ആശങ്കകളൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇനിയുള്ള നിമിഷങ്ങളിൽ മുന്നോട്ട് പോകാനാവൂ. രാത്രിയും അന്വേഷണം നടത്തും, രാത്രിയും തെരച്ചിൽ തുടരും എന്ന് MLA പറയുമ്പോഴും അത് പ്രായോഗികമാണോ എന്ന ഒരു സംശയം തീർച്ചയായും വരും. കാരണം ഇതൊരു ഉറച്ച പ്രതലം അല്ലാത്തത് കൊണ്ട് തന്നെ അതാണ് വലിയൊരളവിൽ അന്വേഷണത്തിനും അലോസരമുണ്ടാക്കുന്നത്. അത് തീർച്ചയായും വരും മണിക്കൂറുകൾ, വരും നേരങ്ങളിൽ ഇക്കാര്യങ്ങൾ കൂടുതൽ കൃത്യമായി അറിയാൻ മധു വിവരം നൽകുമ്പോഴും വിവരിക്കുമ്പോഴും അതിശക്തമായി നമ്മുടെ ഫ്രെയിമിൽ തന്നെ അറിയാൻ കഴിയുന്നുണ്ട്. ആ മഴയുടെ ആ ഒരു തീവ്രത വളരെ ശക്തിയായി തന്നെ മഴ അടിക്കുന്നുണ്ട്. നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 9 നാളും ഈ ദൗത്യം ഇങ്ങനെ പുരോഗമിക്കുമ്പോഴും ഒരു സെക്കൻഡ് അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ അതിശക്തമായി തന്നെ മഴ വീശുന്നു. പിന്നീട് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് അവസാനിക്കുന്നു, വീണ്ടും പഴയതുപോലെയാകുന്നു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അത് ദൗത്യത്തെ വലിയ തരത്തിൽ മധു വിവരിച്ചതുപോലെ വെല്ലുവിളിയാകുന്നു. കാരണം നമ്മൾ ആ കരയിൽ നോക്കൂ. കാരണം ഒരു സൈഡിൽ ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ നേരത്തെ എടുത്ത ദൃശ്യങ്ങളും ഇപ്പോൾ അവിടെയുള്ള ഒരു സ്ക്രീനിൽ ആ തത്സമയ ദൃശ്യങ്ങളുമാണ് കാണുന്നത് പ്രേക്ഷകർ. അപ്പോൾ അവിടെ കാണാൻ കഴിയുന്നില്ല, ക്യാമറകൾക്ക് പോലും അത് ഒപ്പിയെടുക്കാനാകാത്ത വിധം ഒരു ക്ലാരിറ്റി കുറവ് വരികയാണ്. കാരണം പ്രകൃതി അത്രമേൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു, മഴ പെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ കരയ്ക്ക് അക്കരെ നിൽക്കുമ്പോൾ നമുക്കറിയാം, കാരണം അവരുമൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുന്ന ആളുകളും അവരും മനുഷ്യരാണ്, അവരും ആ ജോലി ചെയ്യുകയാണ്, ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാവുകയാണ്. അപ്പോൾ ആ മണ്ണിടിച്ചിലുണ്ടായ മേഖലയാണ്, മണ്ണിൻ്റെ ആ ഒരു ഘടന അത് മാറിയിരിക്കുന്നു, ദുർബലപ്പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ അവർക്കും ഒന്നും സംഭവിക്കില്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ ആ മനുഷ്യനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നവരാണ് അവർ. അപ്പോൾ എല്ലാവരും, കാരണം കഴിഞ്ഞ നാടുകളിലൊക്കെ തന്നെ മാധ്യമപ്രവർത്തകരൊക്കെ അവിടെ തങ്ങി പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അവരുമെല്ലാം
സ്വയം അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. അതിനുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകുകയും ആ മേഖലയിൽ നിന്ന് അവരെ മാറ്റുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത്യന്തം ദുഷ്കരമായ ഒരു 9ാം നാൾ നമ്മൾ കടന്നു പോയിരിക്കുന്നു. 9ാം നാളും നമുക്ക് പ്രതീക്ഷ അറ്റുപോയൊരു ദിവസമായി ഈ നിമിഷം വരെ മാറുകയാണ്. പക്ഷേ നേരത്തെ MLA സതീഷ് കൃഷ്ണ, അവിടുത്തെ MLA ആണ്, അദ്ദേഹം പറഞ്ഞത് ഇന്ന് എന്തെങ്കിലും കാര്യമായി കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. കാരണം ഈ റിവറിൻ്റെ ഈ അടുത്ത് ഇപ്പോൾ പരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ആ മാപ്പിംഗ് നടന്നിരിക്കുന്നത്. മാപ്പിംഗ് മീൻസ് ഒരു കൃത്യമായ ഏകദേശ ധാരണ വെച്ചാണ് അവരവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇതുപോലെ മൺതിട്ടകൾ പല ഇടങ്ങളിലായി വന്ന് രൂപപ്പെട്ടിട്ടുണ്ട്. ചെറു ദ്വീപുകളെ പോലെ ഈ മൺകൂമ്പാരം ഉയർന്ന് കിടപ്പുണ്ട്. അവിടേക്കൊക്കെ എത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. അപ്പോൾ ഓരോ ഘട്ടങ്ങൾ തീർത്ത് വരികയാണ്. അതിന് സമയം എത്ര അത്യാധുനിക മെഷീനുകളാണെന്ന് പറയുമ്പോഴും അവിടുത്തെ ഭൂപ്രകൃതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുന്നത്. അതുകൊണ്ട് സമയം ഇങ്ങനെ കവർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. 9ാം ദിവസം അത് ഉച്ച തിരിഞ്ഞിരിക്കുന്നു, 4 മണിയോട് അടുക്കുകയാണ്. ഇനിയും നമുക്ക് ഈ പ്രവൃത്തി കണ്ട് മുന്നോട്ട് പോകാം എന്നേ ഉള്ളൂ ഇതുവരെയുള്ള കാര്യങ്ങൾ. എന്തായാലും ഇന്ന് നമുക്ക് ഒരു കൃത്യമായ ഒരു സൂചകം വൈകുന്നേരത്തിനുള്ളിൽ തിരച്ചിൽ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സാഹചര്യമാണ്.